ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ദ വാർ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. സോ നമ്മൾ കുറേ ആക്റ്റുകളെ കുറിച്ചിട്ടാണ് അല്ലേ പഠിച്ചത്. അപ്പം ഇനി അടുത്തൊരു ലോ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടപ്പിലാക്കിയ അടുത്തൊരു ലോയിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോയോട് കൂടെ നമ്മുടെ ദ വാർ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്ന ഈ ഒരു ചാപ്റ്റർ തീരും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. അപ്പം ഇൻ 1767 ചാൾസ് ടൗൺഷെൻഡ് ദ ചാൻസലർ ഓഫ് ദ എക്സ്ചെക്കർ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ സീരീസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ് ഓൺ പേപ്പർ, പെയിൻറ്റ്സ്, ഗ്ലാസ് ആൻഡ് ടീ. അപ്പോൾ 1767 ചാൾസ് ടൗൺഷെഡാണ്, അതായത് എക്സ്ചെക്കറിലെ ചാൻസലറായ ചാൾസ് ടൗൺഷെഡ് ഒരു പുതിയൊരു സീരീസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതിലൊക്കെയാണ്? പേപ്പർ, പെയിൻറ്റ്സ്, ഗ്ലാസ് ആൻഡ് TL. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അതൊക്കെ മീൻസ് അതായത് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും ഇതിനൊക്കെ. അപ്പം അങ്ങനെ ഒരു ആക്ട് ആ ഒരു ആൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും വൺസ് അഗെയിൻ there were riots, public meetings, pamphlets and newspapers contained inflammatory leading articles. അപ്പം വീണ്ടും നേരത്തെ ആ ഒരു നേരത്തെ ആക്റ്റൊക്കെ ഇറക്കിയപ്പോഴും പ്രൊട്ടസ്റ്റും അതുപോലെ റൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി ഇറക്കിയപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആർട്ടിക്കിൾസൊക്കെ അത്രയും പ്രശ്നമുള്ള ഒരു ഹെഡിങ്ങിനോട് കൂടിയൊക്കെ ആയിരുന്നു ആർട്ടിക്കിൾസൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ദ resentment was so strong that in 1769 a mob in Rhode Island burned the British revenue ship. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരുന്നു. ഈ ഒരു കസ്റ്റം ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് എല്ലാവരും പ്രലോഭിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാമെന്നുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ 1769 ഒരു റോഡ് ഐലൻഡിൽ ബ്രിട്ടീഷ് റവന്യൂ ഷിപ്പ് കത്തിക്കുകയുണ്ടായി. ഇൻ 1770 ലോർഡ് നോർത്ത് ഫൂളിഷ്ലി ഇനഫ് റിപ്പൽഡ് ഓൾ ഡ്യൂട്ടീസ് എക്സെപ്റ്റ് ദാറ്റ് ഓൺ ടീന് ഒഴിച്ച് ബാക്കി എല്ലാ ഡ്യൂട്ടീസ്, എല്ലാ സാധനങ്ങളും, അതപ്പോൾ പേപ്പർ, പെയിൻറ്റ്സ്, ഗ്ലാസ് എല്ലാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിന്നൊക്കെ ആ ഡ്യൂട്ടി അവരൊഴിവാക്കി. ടീ ഒഴിച്ച് ബാക്കി എല്ലാത്തിൽ നിന്നും ആ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. ദ പീപ്പിൾ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ സോൾജേഴ്സ് ഇൻ ബോസ്റ്റൺ വേർ ദ വിക്ടിംസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻസൾട്ട്. അപ്പം ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ വീക്ക്നെസ്സിനെ ആളുകൾ എന്ത് ചെയ്തു? മുതലെടുത്തു. ആൻഡ് ദ സോൾജേഴ്സ് ഇൻ ബോസ്റ്റൺ വേർ ദ വിക്ടിംസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻസൾട്ട്. അപ്പം ബോസ്റ്റണിലെ സോൾജേഴ്സാണ് എല്ലാ പ്രശ്നങ്ങളും, അതായത് എല്ലാ ഇൻസൾട്ട്സും ഏറ്റുവാങ്ങിയിരുന്നത്. On a wintry day in 1770, the soldiers fired on the demonstrating crowd and as a result, 5 people were killed. The American newspapers called it the Boston Massacre. സോ ഒരു വിൻട്രി ഡേയിൽ 1770 സോൾജേഴ്സ്, അതായത് ഡെമോൺസ്ട്രേറ്റിംഗ് ക്രൗഡ് എന്ന് മാർച്ച് നടത്തിയിരുന്നു. ഈ ക്രൗഡ് അതിൻ്റെ ആ ഒരു ഫലമായിട്ട് 5 പേര് മരിക്കുകയുണ്ടായി. അങ്ങനെ അമേരിക്കൻ ന്യൂസ് പേപ്പേഴ്സ് ആ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ വെച്ച പേരാണ് ബോസ്റ്റൺ മാസക്കർ എന്ന് പറയുന്നത്. സോ അതാണ് കസ്റ്റംസ് ഡ്യൂട്ടി. സോ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സ്ട്രാ പേയ്മെൻറ്റ് ഈ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ടീ ഒഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം ആ ഒരു പ്രൊട്ടസ്റ്റൊക്കെ വന്നതുകൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. പിന്നീട് വീണ്ടും ക്രൗഡ് മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തി സോൾജേഴ്സ് ഫയർ ചെയ്തു. ദെൻ അവിടെ 5 പേര് മരിച്ചു. അങ്ങനെ ആ അമേരിക്കൻ ന്യൂസ് പേപ്പേഴ്സ് അതിനെ ബോസ്റ്റൺ മാസക്കർ എന്നുള്ളൊരു ടൈറ്റിലിൽ ആ ന്യൂസ് പോയി. Company's tea arrived in Boston. Local men disguised as Red Indians got into the ships and threw the tea into the sea. This event was known as the Boston Tea Party. So the കമ്പനീസിൻ്റെ ആ ഒരു ടീയെ ബോസ്റ്റണിൽ അറൈവ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ലോക്കൽ മെന്ന് റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം കെട്ടി, ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം മാറി റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ ആ ഷിപ്പിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ടീ ഒക്കെ എടുത്തിട്ട് സീയിലേക്ക് എറിഞ്ഞു. ഈ ഒരു ഇവൻറ്റിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് at once adopted repressive measures. The Boston harbor was closed to trade and the Charter of Massachusetts cancelled. At the same time, the colonists felt that it was high time for them to fight for their
ഇൻഡിപെൻഡൻസ്. സോ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സമയത്ത് റിപ്രസീവ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തു. എന്തെങ്കിലും റിപ്രസീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫ്രീഡത്തിന് ഇല്ലായ്മ ചെയ്യുക. അപ്പം ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രീഡം എന്താണ് ഇല്ലാതാക്കാനുള്ള മെഷേഴ്സാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ദ ബോസ്റ്റൺ ഹാർബർ വാസ് ക്ലോസ് ടു ട്രേഡ് ആൻഡ് ദ ചാർട്ടർ ഓഫ് മസാച്യൂസെറ്റ്സ് ക്യാൻസൽഡ്. അങ്ങനെ ബോസ്റ്റൺ ഹാർബറൊക്കെ ക്ലോസ് ചെയ്തു, ട്രേഡൊന്നും അവിടെ നടക്കാതെയായി. ആൻഡ് ദ ചാർട്ടർ ഓഫ് മസാച്യൂസെറ്റ്സ് ക്യാൻസൽ. എന്താ മസാച്യൂസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർത്ത് ഈസ്റ്റേൺ US സ്റ്റേറ്റാണ്. സോ അതിൻ്റെ ചാർട്ടറും ക്യാൻസലായി. ചാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒരു പെർട്ടിക്കുലർ റൈറ്റ്സ് ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതൊക്കെയാണ് റൈറ്റ്സിനെ കുറിച്ച് ബിലീഫ്സിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ഇതാണ് ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. നേരത്തെ പറയുന്നുണ്ടായിരുന്നു അല്ലേ, റിപ്രസീവ് മെഷേഴ്സാണ് എടുക്കുന്നത്, അതല്ലേ അവരുടെ ഫ്രീഡത്തിനെ ബാധിക്കുന്ന രീതിയിൽ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചാർട്ടറൊക്കെ ക്യാൻസൽ ചെയ്തത്. ചാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, സർട്ടൻ ഇത് എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ്സ് റൈറ്റ്സ് ബിലീവ്സിനെ കുറിച്ചിട്ടുള്ള അതിനൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ദ കോളനിസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഫോർ ദം ടു ഫൈറ്റ് ഫോർ ദെയർ ഇൻഡിപെൻഡൻസ്. അതേസമയം തന്നെ കോളനിസ്റ്റുകൾക്ക് എന്താണ് തോന്നിയത്, ഇത് കറക്റ്റ് സമയമാണ്, അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള കറക്റ്റ് സമയമാണെന്ന് തോന്നി. ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അമേരിക്കൻ ഹിസ്റ്ററി മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. അങ്ങനെ കോളനീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാവരും ജോർജിയ ഒഴിച്ച് ആദ്യമായിട്ട് അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഫിലാഡൽഫിയയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി. അതെപ്പോഴായിരുന്നു, 1774. ദിസ് ഗാദറിംഗ് കോൾഡ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇൻക്ലൂഡഡ് മെനി ഡിസ്റ്റിംഗ്വിഷ്ഡ് മെൻ ലൈക്ക് ജോർജ് വാഷിങ്ടൺ ഓഫ് വെർജീനിയ. സോ ഈ ഒരു ഗാദറിങ്, ഈ ഒരു ഒത്തുകൂടലിനെയാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡഡ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ജോർജ് വാഷിങ്ടൺ ഓഫ് വെർജിനിയ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ദ ഇഷ്യൂഡ് എ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് എഗ്രി ടു മീറ്റ് അഗെയിൻ ഇൻ 1775. അവർ ഒരു റൈറ്റ്സിൻ്റെ ഒരു ഡിക്ലറേഷൻ ഇറക്കിയിരുന്നു. അതേപോലെ തന്നെ വീണ്ടും 1775 ഒരു ഒത്തുകൂടൽ കൂടെ കൂടാമെന്നും പറഞ്ഞിരുന്നു. Meanwhile, the patriots of the states were preparing for war. The newly appointed governor in Boston, General Gage, came to know that the colonists were gathering arms at Concord, a place about 20 miles north-west. അപ്പോൾ അതേസമയം തന്നെ ആ സ്റ്റേറ്റ്സിലെ പേട്രിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശസ്നേഹികൾ എന്നൊക്കെ പറയില്ലേ, ആ കൺട്രിയോട് അത്രയും ഇഷ്ടമുണ്ടായിരിക്കുന്നതിന് പേട്രിയറ്റ്സ് എന്ന് പറയുന്നത്. സോ അവരെ വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ന്യൂലി അപ്പോയിൻറ്റഡ് ഗവർണർ ഇൻ ബോസ്റ്റൺ, അതായത് പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഗവർണറായ ബോസ്റ്റണിലെ ഗവർണറായ ജനറൽ ഗേജ് മനസ്സിലാക്കി എന്താണ്, കോളനിസ്റ്റൊക്കെ കോൺകേർഡ് എന്നൊരു സ്ഥലത്ത്, അതായത് 20 മൈൽ ആ ഒരു സ്ഥലത്ത് നിന്ന് 20 മൈൽസ് നോർത്ത് വെസ്റ്റിലേക്കുള്ള ഒരു സ്ഥലമാണ് കോൺകേർഡ് എന്ന് പറയുന്നത്. അവിടെ ആംസായിട്ട് ഗ്യാദർ ചെയ്തു, അത് വെപ്പൺസുമായിട്ട് ഗ്യാദർ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി. ഹി സെൻറ്റ് troops to confiscate the arms, but by the time they reached Concord, the arms had disappeared. On their return journey, the troops became the target of attacks by colonists who had risen in rebellion and suffered heavy losses. With this, the American War of Independence had begun. അപ്പോൾ ഈ കോളനിസ്റ്റുകളൊക്കെ അവിടെ ഇങ്ങനെ ആംസ് എന്ന് പറഞ്ഞാൽ വെപ്പൺസുമായിട്ട് അവിടെ ഗ്യാദർ ചെയ്തു എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ പുതിയതായി നിയമിച്ച ജനറൽ ഗേജ് ട്രൂപ്സിനെ അയച്ചു. എന്തിനാണ്, കോൺഫിസ്കേറ്റ് ചെയ്യാനായിട്ട്, ആംസ് പിടിച്ചെടുക്കാനായിട്ട് അയച്ചു. പക്ഷേ ബൈ ദ ടൈം ദേ റീച്ച് കോൺകർ ദ ആംസ് ഹാഡ് ഡിസപ്പിയർഡ്. പക്ഷേ ആ സമയം അവിടെ അവർ എത്തിയപ്പോൾ ആംസ്, അതായത് അല്ലെങ്കിൽ ആ വെപ്പൺസൊക്കെ കാണാതായി. ഓൺ ദ റിട്ടേൺ ജേർണി ദ ട്രൂപ്സ് became the target of attacks by colonists. അപ്പം തിരിച്ച് വരുന്ന സമയത്ത് ആ ട്രൂപ്സ് കോളനിസ്റ്റ് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഹു ഹാഡ് റൈസൺ ഇൻ റിബലിയൻ ആൻഡ് സഫേർഡ് ഹെവി ലോസസ്. വിത്ത് ദിസ്, ഇങ്ങനെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം കോളനിസ്റ്റിനെ അവിടുന്ന് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഈ ട്രൂപ്സിനെ അയച്ചിരുന്നത്. പക്ഷെ അവർ അവിടെ എത്തിയപ്പം വെപ്പൺസ് ഒന്നും കാണാനില്ല. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ട്രൂപ്സ് കോളനിസ്റ്റ് അറ്റാക്ക് ചെയ്തത്. സോ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങിയത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ അമേരിക്കൻ വാർ തുടങ്ങുകയാണ്. അപ്പം വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നോക്കാം. ഇൻ ദ ബിഗിനിങ് ദ ഓഡ്സ് വർ എഗെയിൻസ്റ്റ് ദ കോളനിസ്റ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്ക് ഓഫ് അമേരിക്ക വാസ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹാവ് എ റെഗുലർ ആർമി. സോ തുടക്കത്തിൽ ഓഡ്സ് അല്ലെങ്കിൽ സം പീപ്പിൾ വന്നിട്ട് കോളനിസ്റ്റിനെതിരായിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്ക്, അതായത് ഒരു ഡ്രോബാക്ക്, അമേരിക്കയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അവർക്കൊരു റെഗുലർ ആർമി ഇല്ല. സോ ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ആൻഡ് ഓർഗനൈസ്ഡ് ആൻ ആർമി വിത്ത് ജോർജ് വാഷിങ്ടൺ ആസ് കമാൻഡർ ഇൻ ചീഫ്. അങ്ങനെ രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ തന്നെ 1775 അവർ കൂടി. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, 1775 വീണ്ടും ഒന്നും കൂടെ ഗ്യാദർ ചെയ്യാമെന്നുള്ള എഗ്രി ചെയ്തിട്ടാണ് പോയത്. സോ അത് വീണ്ടും 1775 ചെയ്തിട്ട് ഒരു ആർമി ഓർഗനൈസ് ചെയ്തു. ആരായിരുന്നു അതിന് മെയിനായിട്ട് നിന്നത്? ജോർജ് വാഷിങ്ടൺ ആണ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നത്. ദോ ദ കൊളോണിയൽ ആർമി സഫേർഡ് സം ഇനീഷ്യൽ ഡിഫീറ്റ്സ്, ദ സോൾജേഴ്സ് ഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ ദ എൻഡ് വർ ഏബിൾ ടു ഡിഫീറ്റ് ദ മോർ പവർഫുൾ ബ്രിട്ടീഷ് ആർമി. അപ്പം എന്തായാലും ഈ കൊളോണിയൽ ആർമി കുറച്ച് ആദ്യമൊക്കെ ഒരു ഇനീഷ്യൽ ഡിഫീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു തകർച്ചയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ സോൾജേഴ്സ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു. അവസാനം പവർഫുൾ ആയിട്ടുള്ള ബ്രിട്ടീഷ് ആർമിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായി. The autocratic George III had hired 20,000 German soldiers to fight the rebels. അങ്ങനെ ജോർജ് 3 20,000 ജർമ്മൻ സോൾജേഴ്സിനെ റിബൽസിനെതിരായി ഫൈറ്റ് ചെയ്യാനായിട്ട് നിയമിച്ചു. Enraged by this, the Congress met again at Philadelphia and issued the unanimous Declaration of Independence on 4th July 1776. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് വീണ്ടും ഫിലാഡൽഫിയയിൽ അവർ ഒരു കോൺഗ്രസ് മെറ്റ് ചെയ്തു. അങ്ങനെയാണ് അവർ യുനാനിമസ് ആയിട്ടുള്ളൊരു ഡിക്ലറേഷൻ, അതായത് എല്ലാവരും എഗ്രി ചെയ്തിട്ടുള്ള, യുനാനിമസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എഗ്രി ചെയ്തിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു. അതെപ്പോഴായിരുന്നു? 4th July 1776. It was drawn up by Thomas Jefferson justifying the revolution. The declaration says, അപ്പം ഇതിലൊരു ഡിക്ലറേഷൻ ഉണ്ട് ഈ ഒരു ഇൻഡിപെൻഡൻസിൽ. സോ ഇൻഡിപെൻഡൻസ് ആ ഡിക്ലറേഷൻ എന്താ പറയുന്നത്? വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡൻറ്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. എല്ലാ ആളുകളും ഒരുപോലെ ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ദേ ആർ എൻഡൗഡ് ബൈ ദ ക്രിയേറ്റർ വിത്ത് സം ഇൻഅലൈനബിൾ റൈറ്റ്സ്. അപ്പം ഈ ക്രിയേറ്റർ, അതായത് ക്രിയേറ്റർ എന്ന് പറയുന്നത് ഗോഡായിരിക്കാം. സോ അപ്പോൾ ഗോഡ് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒരിക്കലും പിടിച്ചു മാറ്റാൻ ഇനാലൈനബിൾ പറഞ്ഞ ഒരിക്കലും വിട്ടുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ പിടിച്ച് വലിച്ചു മാറ്റാൻ പറ്റാത്ത റൈറ്റ്സും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ദാറ്റ് എമംഗ് അതിൽ ഏതൊക്കെയാണ് ആ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്? ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട്സ് ഓഫ് ഹാപ്പിനെസ്. ഇതൊക്കെയാണ് നമുക്ക് ക്രിയേറ്റർ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതായി തന്നിരിക്കുന്നത്. ദാറ്റ് ടു സെക്യൂർ ദീസ് റൈറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എമംഗ് മെൻ ഡിറൈവിംഗ് ദ ജസ്റ്റ് പവേഴ്സ് ഫ്രം ദ consent of the governed, that whenever any form of government becomes destructive to these ends, it is a right of the people to alter or abolish it and institute a new government. അപ്പം ഇതാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഗവൺമെൻറ് നമ്മൾ പ്രജകൾക്ക് ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അവരെ നമ്മൾ വിശ്വസിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പദവി അവർ മിസ്യൂസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ആ ഒരു ഗവൺമെൻറ്റിനെ തന്നെ അബോളിഷ് ചെയ്യാൻ, അല്ലാതെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു റൈറ്റ് പീപ്പിളിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സോ ഇൻ ദ സെയിം ഇയർ ദ അമേരിക്കൻ ആർമി അണ്ടർ വാഷിങ്ടൺ ഡിഫീറ്റഡ് ദ ഇംഗ്ലീഷ് ആർമി അറ്റ് ട്രെൻറ്റൺ ആൻഡ് എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ അതേ ഇയറിൽ തന്നെ അമേരിക്കൻ ആർമി, വാഷിങ്ടണിൻ്റെ കീഴിലുള്ള അമേരിക്കൻ ആർമി ഇംഗ്ലീഷ് ആർമീനെ ഡിഫീറ്റ് ചെയ്തു ട്രെൻറ്റണിൽ വെച്ചിട്ട്. ആൻഡ് എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർവേർഡ്സ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രിൻസ്റ്റണിൽ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ആർമി ഡിഫീറ്റ് ചെയ്തിരുന്നു. A year later, in October 1777, the English army under Burgoyne was forced to surrender at Saratoga. അപ്പം എൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് ആർമി സരത്തോയിൽ സറണ്ടർ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇൻ 1778 ഫ്രാൻസ് ജോയിൻ ദ അമേരിക്കൻ സൈഡ്. അങ്ങനെ 1778 അമേരിക്കൻ സൈഡിലേക്ക് ഫ്രാൻസ് ജോയിൻ ചെയ്തു. ബട്ട് in that year and in the year following, no decisive fighting took place. In 1780, the British began to win a series of victories in the south, even beyond South Carolina. However, 1781 was a bad year for the British. General Cornwallis, who had won a number of victories against the colonists, was forced to surrender
to the American army at Yorktown. അപ്പോൾ 1718 ആയപ്പോൾ തന്നെ ബ്രിട്ടീഷ് സൗത്തിൽ ഒരു വാറിലൊക്കെ ഒരു സീരീസ് ഓഫ് വിക്ടറി തന്നെ കൈവരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 1781 എന്ന് പറയുന്നത് ഒരു ബാഡ് ഇയർ ആയിരുന്നു ബ്രിട്ടീഷിന്. എന്താണെന്ന് വെച്ചാൽ ജനറൽ കോൺവാലിസ് ഹു ഹാഡ് വൺ എ നമ്പർ ഓഫ് വിക്ടറീസ് അഗെയിൻസ്റ്റ് ദ കോളനിസ്റ്റിനെതിരായിട്ടുള്ള ആ ഒരു ബാറ്റിലും നമ്പർ ഓഫ് വിക്ടറീസ് വിജയിച്ചിരുന്നു. പക്ഷേ വാസ് ഫോഴ്സ്ഡ് ടു സറണ്ടർ ടു ദ അമേരിക്കൻ ആർമി. അതായത് ഫോഴ്സ് ചെയ്തിട്ട് ആ അമേരിക്കൻ ആർമീൻ്റെ ഇദ്ദേഹം എന്തായി സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വന്നു. ദ ലാസ്റ്റ് ബ്ലോ കെയിം വെൻ അതർ യൂറോപ്യൻ കൺട്രീസ് സ്പെയിൻ ആൻഡ് ഹോളണ്ട് ജോയിൻ ഹാൻഡ്സ് വിത്ത് ദ അമേരിക്കൻസ് ആൻഡ് റഷ്യ ആൻഡ് അതർ പവേഴ്സ് ഫോംഡ് ആൻഡ് ആംഡ് ന്യൂട്രാലിറ്റി അഗെൻസ്റ്റ് ബ്രിട്ടൻ. ലാസ്റ്റ് ബ്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയം വന്നു എന്നൊക്കെ പറയില്ലേ. അപ്പം അതെപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യൂറോപ്യൻ കൺട്രീസ്, അതായത് സ്പെയിൻ, ഹോളണ്ടൊക്കെ ഒരുമിച്ച് അമേരിക്കൻസും റഷ്യനും അതുപോലെ വേറെ പവേഴ്സ് ഉണ്ടല്ലോ, ആംഡ് പവേഴ്സ്, അവരുമായിട്ട് കൈകോർത്തപ്പോഴാണ്, അതായത് ബ്രിട്ടനെതിരായിട്ട് കൈകോർത്തപ്പോഴാണ് വീണ്ടും അടുത്തൊരു പ്രശ്നം വന്നതെന്നാണ് പറയുന്നത്. The most important reason for the defeat of the British was that the British government had to conduct its campaigns from 3,000 miles away. അതായത് ബ്രിട്ടീഷ് ആ ഒരു ഡിഫീറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിൻ്റെ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുന്നത് 3,000 മൈൽസ്, അവിടെ നിന്ന് 3,000 മൈൽസ് ദൂരെയായിരുന്നു. നോർമലി ഇറ്റ് ടുക്ക് അറ്റ്ലീസ്റ്റ് 3 months ഫോർ എ മെസ്സേജ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ് ടു ക്രോസ് ദ അറ്റ്ലാന്റിക്. അതായത് സാധാരണഗതിയിൽ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ 3 മാസം സമയമായിരിക്കും എടുക്കുക ആ ഒരു അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. സെക്കൻഡ്ലി, ദ ഏരിയ ഓഫ് ഫൈറ്റിംഗ് വാസ് ലാർജ് ആൻഡ് ദ ബ്രിട്ടീഷ് സോൾജേഴ്സ് ഹാഡ് ലിറ്റിൽ എക്സ്പീരിയൻസ് ഓഫ് വാർഫെയർ ഇൻ കൊളോണിയൽ കണ്ടീഷൻ. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ഓഫ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏരിയ ഓഫ് അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ലാർജ് ആയിരുന്നു. അനദർ തിങ് വിച്ച് അക്കൗണ്ടഡ് ഫോർ ദ ബ്രിട്ടീഷ് ഡിഫീറ്റ്, വേറൊരു കാരണം ഈ ബ്രിട്ടീഷ് ഇങ്ങനെ തോൽക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് എ ഫാക്ട് ദ ലോർഡ് നോർത്ത്, ദ ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട്, വാസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു മാനേജ് ദ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ഒരു പ്രാപ്തരല്ലായിരുന്നു ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ടൊക്കെ. The European force, particularly France, turning against Britain was a blow too much for her to stand. Above all, the colonists were able to find in George Washington one of the outstanding leaders of modern times. അപ്പം യൂറോപ്യൻ ഫോഴ്സ്, അതായത് ഫ്രാൻസ്, യൂറോപ്യൻ ഫോഴ്സിലെ പെർട്ടിക്കുലർ ഫ്രാൻസ് ബ്രിട്ടനെതിരായിട്ട് ആഞ്ഞടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് എബവ് ഓൾ ദ കോളനിസ്റ്റ് വർ ഏബിൾ ടു ഫൈൻഡ് ഇൻ ജോർജ് വാഷിങ്ടൺ വൺ ഓഫ്. അപ്പം ജോർജ് വാഷിങ്ടൺ അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ലീഡേഴ്സ് ആയിരുന്നു. മോഡേൺ ടൈമിലെ ഔട്ട്സ്റ്റാൻഡിങ് ലീഡറിൽ ഒരാളായിരുന്നു ആര്, ഈ ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് റീസൺസ് ഇങ്ങനെ ഈ ഒരു ഡിഫീറ്റിൽ അവർ തോൽക്കാനായി, ബ്രിട്ടൻ ഈ ഒരു വാറിൽ തോൽക്കാനായിട്ട് ഉണ്ടായത്. By the peace treaty signed in 1783 at the Palace of Versailles in France, George III recognized the independence of the American colonies. അങ്ങനെ പീസ് ട്രീറ്റി സൈൻ ചെയ്തു എപ്പോൾ 1783 എവിടെ വെച്ചിട്ടായിരുന്നു, ഫ്രാൻസിൽ വെർസാലീസിൽ. സോ ജോർജ് III recognized the independence of America. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അമേരിക്കൻ കോളനീസിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചത്. ഇൻ മെനി റെസ്പെക്ട്സ് ദ അമേരിക്കൻ റവല്യൂഷൻ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിൽ എന്താണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇത് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് എ ഗ്രേറ്റ് ന്യൂ നേഷൻ ആൻഡ് എ ഗവൺമെൻറ് വിച്ച് ക്ലെയിം ടു റെപ്രസെൻറ്റ് ദ വിൽ ഓഫ് ദ പീപ്പിൾ റാദർ ദാൻ ദ വിഷസ് ഓഫ് ദ കിങ്. അതായത് എന്താണ് ആ ഒരു ഇൻഡിപെൻഡൻസ് കൊണ്ട് അവർ നേടിയെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു നേഷൻ, അതുപോലെ ഒരു ഗവൺമെൻറ്, അതായത് പീപ്പിളുടെ, അതായത് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലാതെ കിങ്ങിൻ്റെ ഒരു വിഷ് അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ അവിടെ നടക്കുക അവിടെ, അതായത് ഡെമോക്രസി. അപ്പം അതാണ് അവർ നേടിയെടുത്തത്. ദ ഫ്രഞ്ച് സോൾജേഴ്സ് ഹു ഫോട്ട് ഓൺ ദ അമേരിക്കൻ സൈഡ് ടുക്ക് വിത്ത് ദം the idea of a representative government to the continent where kings ruled as representative of God on earth. അപ്പം അമേരിക്കൻ്റെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്ത നമ്മുടെ ഫ്രഞ്ച് സോൾജേഴ്സ് അവരൊരു ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞതിനൊരു ആശയം, അതായത് കിങ്സ് റൂൾഡ് ആസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗോഡ് ഓൺ എർത്ത്.
അതായത് ഗോഡിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് റൂൾ ചെയ്യുന്ന ഭൂമിയിലുള്ളത് ഗോഡ് എന്ന് പറയുന്നത് കിങ് ആണ്. ആ ഒരു അതെടുത്തിട്ടാണ് അവർ മടങ്ങിയത്. So the leaders of the French Revolution, which broke out in another 6 years, drew inspiration for their course of action from the American example. അങ്ങനെ ലീഡേഴ്സ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അവർ വീണ്ടും ഒരു 6 years നെക്സ്റ്റ് 6 yearsൽ ബ്രോക്ക് ഔട്ട് ചെയ്തിരുന്നു. അപ്പം ഈ അമേരിക്കൻ എക്സാമ്പിളിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അവർക്ക് പ്രചോദനമായതെന്ന് പറയുന്നത്. The Americans were the first to show in practice that a revolution is justified to alter a form of government which has become unpopular. അതൊരു അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ മൊത്തത്തിലൊരു ഓൾട്ടറാണ് ചെയ്തിരുന്നത് അല്ലേ. ആ ഒരു ആ ഒരു വാർ അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത്. സോ അമേരിക്കൻ വാസ് ദ ഫസ്റ്റ് ടു ഷോ ദ ഇൻ പ്രാക്ടീസ്. അത് നടപ്പിലാക്കിയത് അമേരിക്കയാണ്. അതായത് ആ ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാം എന്നുള്ളത് കൊണ്ടുവന്നത് ആരായിരുന്നു? അമേരിക്കനായിരുന്നു. The American Revolution had its impact on British politics also. അതായത് ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ അമേരിക്കൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷനൊക്കെ വന്നിട്ടുണ്ട്. The autocratic king and the selfish politicians of the aristocracy were not allowed to have the monopoly of power. The autocratic king എന്ന് പറഞ്ഞാൽ എബ്സല്യൂട്ട് പവറുള്ള എന്നർത്ഥം. അപ്പം അങ്ങനെ അത്രയും പവറുള്ള ഒരു കിങ്, അതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈറ്റിൽസ് ഉള്ള ഒരു സമൂഹത്തിൽ വലിയ ഉയർന്ന ഇതിലുള്ള ഒരാൾ എന്നൊക്കെ പറയും അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ. അവർക്കൊന്നും ഈ ഒരു പവറിൽ മോണോപോളി ഓഫ് പവർ, മോണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിട്ടുള്ള പവർ, അതാണ് മോണോപോളി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാർ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ദ ഹാൻഡ്ലിംഗ് ഓഫ് ദ അമേരിക്കൻ പ്രോബ്ലം വാസ് ആൻ ഐ ഓപ്പണർ ടു ദ കോമൺ പീപ്പിൾ. അതായത് അമേരിക്കൻ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറയുന്ന കോമൺ പീപ്പിളിൻ്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ്. ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് ദ അരിസ്റ്റോക്രാറ്റ്സ് were first and foremost concerned about keeping themselves in power and that they were not in the least interested in the well-being of the common man. People were convinced that any improvement in their lot in life depended solely on their active participation in the administration of the country. So they started agitating for parliamentary reform. ആളുകൾക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ ഏതൊരു ഇംപ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ ഒരു പുരോഗതിയും അവിടെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ആ ഒരു സജീവമായ ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പങ്കാളിത്തത്തെ മാത്രമായിട്ട് ആശ്രയിച്ചിട്ടാണ് എന്നുള്ളത്. സോ ദേ സ്റ്റാർട്ടഡ് അജിറ്റേറ്റിംഗ് ഫോർ പാർലമെൻ്ററി റിഫോം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പാർലമെൻറ്റിൻ്റെ ആ ഒരു പരിഷ്കരണത്തിന് വേണ്ടി, ഒരു റിഫോമിന് വേണ്ടിയിട്ട് അവർ വീണ്ടും ശബ്ദമുയർത്താൻ തുടങ്ങി, അല്ലെങ്കിൽ ക്ഷോഭം തുടങ്ങി. അപ്പം അതാണ് നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്.